നമ്മളിവിടെ എന്താ പറയാൻ പോകുന്നത്, അസൈൻമെൻറ്റിന് സബ്മിഷൻ്റെ ഫോമില്ലേ, ഫേസിങ് ഷീറ്റ് എന്ന് പറയും, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിത് ബികോമിൻ്റെ ഫേസിങ് ഷീറ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ബാക്കിയുള്ള സബ്ജക്റ്റിന് അതാത് ക്രെഡിറ്റ് സ്കോർ അനുസരിച്ചാവും ഉണ്ടാവുക. നമ്മൾക്കിപ്പോൾ എൻ്റെ വിഷയം ബികോമാണ്. അപ്പോൾ എനിക്ക് ബികോമിനെ കുറിച്ചുള്ളത് അറിയാം. അതുകൊണ്ട് ബികോമിൻ്റെ ഫേസിങ് ഷീറ്റ് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ബികോമിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട് നമ്മൾ അറിയണം. 4 സബ്ജക്റ്റാണ് ബികോമിലുള്ള ഈ ഫസ്റ്റ് സെമിസ്റ്ററിൽ. ഒന്നാമത്തെ സബ്ജക്റ്റ് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, രണ്ടാമത്തെ സബ്ജക്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് വരുന്ന ക്രെഡിറ്റ് സ്കോർ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും 6, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനും 6 ക്രെഡിറ്റ് സ്കോറാണുള്ളത്. അതുപോലെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും 4 ക്രെഡിറ്റ് സ്കോറാണുള്ളത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയും. അത് ഓരോ യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ കോഴ്സ് അവിടെ ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉള്ളത് ലീഗൽ ലിറ്ററസി ഓർ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി, പിന്നെ ഉള്ളത് പിന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസം എക്സെട്ര. ഈ ഒരു 3 കോഴ്സാണ് ഞങ്ങൾ അവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ഓരോ കോഴ്സാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് ആ കോഴ്സിന് 4 ക്രെഡിറ്റ് മാർക്കാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനും 6 ക്രെഡിറ്റ് സ്കോറും, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിന് 4 ക്രെഡിറ്റ് സ്കോറുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഏത് LSC സെൻറ്ററിലാണുള്ളത് ആ LSC സെൻറ്ററിൽ ആ PDF അല്ലെങ്കിൽ ഫോട്ടോ വിട്ട് തന്നിട്ടുണ്ടാകും ഫേസിങ് ഷീറ്റിൻ്റെ. അപ്പോൾ 6 ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് PDF ആയിട്ടാണ് വിട്ടത്. 6 ക്രെഡിറ്റുകളിൽ ഫേസിങ് ഷീറ്റിൽ അടിയിലൊരു ടോട്ടൽ മാർക്ക് 15 മാർക്ക് ഉണ്ടാവും. 4 ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസിങ് ഷീറ്റ് ഉണ്ടാവും. അത് ടോട്ടൽ മാർക്ക് 10 അടിയിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും. ക്രെഡിറ്റ് സ്കോർ എന്താണ് ഈ ക്രെഡിറ്റ് സ്കോർ? ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേസ് മാർക്കില്ലേ എക്സാമിൻ്റെ ആ സമയത്ത്. അപ്പോൾ ഈ 6ഉം 4ഉം പറയുന്ന ഈ ക്രെഡിറ്റ് സ്കോർ അതാത് വിഷയങ്ങളുടെ ഒരു ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ C മാർക്കാണ് പറയുന്നത്. ഇതേപോലത്തെ എന്തെങ്കിലും SNGOയുടെ അസൈൻമെൻറ്റുമായിട്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.